നമ്മളെ ഡോപ്പമിൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ലെമണിൻ്റെ പോലെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് 2 എക്സാമ്പിൾ പറഞ്ഞ ഫാസ്റ്റ് ഫുഡും സോഷ്യൽ മീഡിയയൊക്കെ, ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫയിങ് ആക്ടിവിറ്റീസൊക്കെ ഹൈ റിവാർഡ് തരുന്ന, ഒറ്റയടിക്ക് ഒരുപാട് റിവാർഡ് തരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ ലെമൺ എന്ന് പറയുന്നതിന് നമ്മളെ ഡോപ്പമിൻ എന്ന് പറയുന്നത് ഒരു ലെമണായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ലെമണിൻ്റെ ഉള്ളത്തെ ജ്യൂസിന് ഒരു ലിമിറ്റില്ലേ. ഇപ്പോൾ നമ്മൾ ഈ ഹൈലി റിവാർഡിങ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫയിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് രാവിലെ എണീറ്റേക്കിനും ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ജ്യൂസ് നമ്മൾ മാക്സിമം സ്ക്യൂസ് ചെയ്യണം. അങ്ങനെ സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ലൈഫിൽ നടക്കുന്ന നോർമൽ കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലഷറബിൾ അല്ലാതെ എൻജോയബിൾ അല്ലാതെ തോന്നും. നമ്മളെ ഗോളിനെ പെർസ്യൂ ചെയ്യുന്നത് നമ്മൾ ഒരു ഡ്രൈവ് ഇല്ലാത്ത, ഒരു മോട്ടിവേഷൻ ഇല്ലാതാവും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട്, ബ്രോ എനിക്കൊരു മോട്ടിവേഷനും ഇല്ല ബ്രോ, ഞാൻ ഫുള്ള് പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ മേ ബി ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ടാവും. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ അതിനെ മാക്സിമം സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡോപ്പമിൻ ഇല്ല നമ്മൾ ബാക്കി കാര്യങ്ങൾക്ക്. അതേസമയം നമ്മൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ഡോപ്പമിനെ പതുക്കെ യൂസ് ചെയ്യുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഡോപ്പമിനെ ഫില്ല് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് എങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുക, കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു പെയിനൊക്കെ ഉണ്ടാവും, പിന്നെ നമുക്ക് നമ്മളെ മൂഡ് ഇമ്പ്രൂവ് ആവും. അതുപോലെ നമ്മൾ കോൾഡ് ബാത്ത് എടുത്തു കഴിഞ്ഞാൽ അത് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷേ പിന്നെ അതെടുത്ത് കഴിയുമ്പോൾ നമ്മളെ മൂഡ് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ വരുന്ന ആക്ടിവിറ്റീസൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. ഡോപ്പമിനെ ഏകദേശം ഫില്ല് ചെയ്യുന്ന എഫക്റ്റാണ് അതിനുണ്ടാവുക.